ദേവീ ശരണം അമ്മേ. മൂലാംഭോരുഹമധ്യേ മധ്യകോണവിലസദ്ബന്ധൂകരാഗോജ്വലാം ജ്വാലാജാലജിതേന്ദുകാന്തിലഹരിം ആനന്ദസന്ദായിനീം ഹേലാലാളിതനീലകുന്തളധരാം നീലോത്തരീയാം ശുകാം കൊല്ലൂരദ്രിനിവാസിനീം ഭഗവതീം ധ്യായാമി മൂകാംബികാം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 43-ാമത്തെ അധ്യായം സ്വാഹ ദേവി ഉപാഖ്യാനമാണ് നാം പറഞ്ഞിന്നലെ സമർപ്പിച്ചത്. അടുത്തതായിട്ട് 44-ാമത്തെ അധ്യായം സ്വധാശക്തി ഉപാഖ്യാനമാണ് നാരായണ ഋഷിയുടെ നാരദ മുനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശൃണു നാരദ വക്ഷ്യാമി സ്വധോഭാഖ്യാനമുത്തമം പിതॄണാം ച തൃപ്തികരം ശ്രാദ്ധാന്നഫലവർദ്ധനം. നാരദനെ, ഇനിയിപ്പോൾ ഞാൻ അങ്ങക്ക് ഉത്തമമായിട്ടുള്ള ഈ സ്വധാദേവിയുടെ ഉപാഖ്യാനം കഥ പറഞ്ഞു തരാം. പിതൃക്കൾക്ക് തൃപ്തി ഉണ്ടാകുന്നതും ശ്രാദ്ധാന്നത്തിന്റെ ഫലം വർദ്ധിപ്പിക്കുന്നതുമാണ് ഈ കഥ എന്ന് പറഞ്ഞാണ് പറയുന്നത്. സൃഷ്ടിയുടെ തുടക്കത്തില് ജഗത് സൃഷ്ടാവ് മൂർത്തിരൂപങ്ങളായ 4 തേജോരൂപങ്ങളായ 3 പിതൃഗണങ്ങളെ സൃഷ്ടിച്ചു. അനലൻ, സോമൻ, യമൻ, അര്യമാവ്, അഗ്നിശ്വാത്തന്മാര്, ബഹിർഷത്തുക്കള്, സോമപന്മാര്, ഇവരൊക്കെയാണ് പിതൃക്കളുടെ ദേവതകള്, പിതൃദേവതകള് എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള ദേവതമാര്. ഈ 7 പിതൃഗണത്തെ കണ്ട ബ്രഹ്മദേവൻ തർപ്പണപൂർവമായിട്ടുള്ള ശ്രാദ്ധ അന്നം അവർക്ക് ആഹാരമായിട്ട് കൽപ്പിച്ചു കൊടുത്തു. അപ്പം നമ്മൾ ശ്രാദ്ധം, പിണ്ടമൊക്കെ വയ്ക്കുന്നില്ലേ, ആ അന്നം ഈ പിതൃക്കൾക്ക്, അപ്പം നമ്മളങ്ങനെ പിതൃക്കൾക്കല്ലേ പിണ്ടം വയ്ക്കുന്നത്. അപ്പോൾ ആ നമ്മൾ വയ്ക്കുന്ന പിണ്ടാന്നം അത് പിതൃക്കൾക്കായിട്ട് ബ്രഹ്മാവ് അവരുടെ വിശപ്പ് മാറാൻ അവർക്കുള്ള ആഹാരമായിട്ട്, അന്നമായിട്ട് ഈ പിണ്ടദാനത്തിനെ അവർക്ക് കൽപ്പിച്ചു കൊടുത്തു. അതേമാതിരി തന്നെ തർപ്പണം മുതലായവ ചെയ്തിട്ട് സ്നാനവും ശ്രാദ്ധവും വേദപൂജയും സന്ധ്യാദി നിത്യകർമ്മം വിപ്രന്മാർക്ക് വേദത്തിൽ വിധിച്ചിട്ടുള്ളതാണ്. ത്രിസന്ധ്യ, ശ്രാദ്ധം, എല്ലാ വാവു ദിവസവും നടത്തുന്നതായിട്ടുള്ള തർപ്പണം, ആണ്ടുബലി, വേദാധ്യായനം, ഇതൊക്കെ അനുഷ്ഠിക്കാത്ത വിപ്രന്മാര് വിഷമില്ലാത്ത സർപ്പത്തിന് തുല്യമാണ് എന്നൊക്കെയാണ് വേദം പറയുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണന്മാർക്ക് വിധിച്ചതാണ് അതൊക്കെ. അതേമാതിരി ദേവീ സേവയില്ലാത്തവൻ ശ്രീഹരിക്ക് നിവേദിക്കാൻ എന്ത് ഭക്ഷണങ്ങളുണ്ടായാലും അത് വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണങ്ങള് മഹാവിഷ്ണുവിനെ നിവേദിക്കാതെ കണ്ട് ഭക്ഷിക്കുന്നവനായിട്ടുള്ള ബ്രാഹ്മണൻ, അവരൊക്കെ അശുദ്ധന്മാരാണെന്നാണ് പറയണത്. മരണപര്യന്തം അവരൊന്നും ഒരു കർമ്മത്തിനും അർഹരല്ല എന്നൊക്കെ ഇവിടെ ദേവി ഭാഗവതത്തിൽ പറയാണ്. എന്തായാലും ബ്രഹ്മാവ് പിതൃക്കൾക്കായിട്ട് ശ്രാദ്ധാദികൾ സൃഷ്ടിച്ചു. ബ്രാഹ്മണർ അവ നൽകിയും പിതൃക്കൾക്ക് ആ അന്നമൊന്നും ലഭിക്കുകയുണ്ടായില്ല എന്നാണ് പറയണത്. അതാണ് അവർക്ക് കൽപ്പിച്ചിരുന്നത്. പക്ഷെ ബ്രാഹ്മണര് പിതൃക്കൾക്ക് വേണ്ടി ഈ ശ്രാദ്ധാദികളൊക്കെ ചെയ്ത് പിണ്ടങ്ങളൊക്കെ അർപ്പിച്ചു എന്നുണ്ടെങ്കിലും അതൊന്നും ഈ പിതൃക്കളുടെ ദേവന്മാർക്ക് കിട്ടിയില്ല എന്ന് പറയണു. കിട്ടാത്തത് കൊണ്ട് വിശപ്പ് വന്ന് അവരെല്ലാം കൂടി ബ്രഹ്മസഭയിലേക്ക് ചെന്നു. ബ്രഹ്മാവിനോട് അവരുടെ സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മാവ് അപ്പോൾ മനസാ സുന്ദരിയായ ഒരു കന്യകയെ സൃഷ്ടിച്ചു എന്നാണ് അവിടെ പറയണത്. നല്ല രൂപ
സൗന്ദര്യം, അതേമാതിരി നല്ല കാന്തി, നല്ല വിദ്യ, നല്ല ഗുണങ്ങള്, സ്വഭാവ മഹിമ മുതലായിട്ടുള്ള ധാരാളം രത്ന ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ സകല ലക്ഷണങ്ങളും തികഞ്ഞതായിട്ടുള്ള ഒരു സുന്ദരിയായ കന്യകയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. ആ കന്യക വിശുദ്ധിയും മൂലപ്രകൃതിയുടെ അംശഭൂതവും വരദാനങ്ങൾ നൽകുന്നവളും ഒക്കെ ആയിരുന്നു എന്നാണ് പറയണത്. ആ കന്യകയുടെ പേരാണ് സ്വധ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അവിടെ പറയുന്നു, 100 പത്മങ്ങളെ വെല്ലുന്ന പാദപത്മവും പത്മമുഖവുമായ പത്മനയനങ്ങളുമുള്ള അവൾ, ബ്രഹ്മാവ് അവളെ സൃഷ്ടിച്ച് സന്തുഷ്ടരായ പിതൃഗണങ്ങൾക്ക് നൽകി. അവൾ തുഷ്ടിസ്വരൂപിണിയാണ്. ബ്രാഹ്മണർക്ക് ആ ദേവിയെ സംബന്ധിച്ച രഹസ്യമായ ഉപദേശവും ബ്രഹ്മാവ് നൽകി. സ്വധാന്തമായി മന്ത്രം ഉച്ചരിച്ചു വേണം പിതൃകർമ്മം ചെയ്യാൻ എന്നാണ്. അവളെ പിതൃക്കള് അവരുടെ ഭാര്യയായിട്ട്, പത്നിയായിട്ട് സ്വീകരിച്ചു. ബ്രാഹ്മണരെ സ്വധ മന്ത്രം കൊണ്ട് പിതൃദാനം ചെയ്തു. അതായത് പിണ്ടാദികളൊക്കെ അർപ്പിക്കുന്നത്. ഇപ്പൊ നമ്മള് നേരത്തെ ഞാൻ സ്വാഹ പറഞ്ഞപ്പോൾ പറഞ്ഞു, അഗ്നിയിൽ നമ്മൾ എന്ത് അർപ്പിക്കുകയാണെങ്കിലും അത് നെയ്യ്, അതായത് ആജ്യം അഥവാ നെയ്യാവാം, ഹവിസ്, ചമത, സമിത്ത്, പിന്നെ ഓരോരോ യജ്ഞ ഹോമങ്ങൾക്ക് ഇപ്പൊ ഗണപതി ഹോമമൊക്കെ ചെയ്യുമ്പോൾ ഗണപതി ഹോമത്തിന്റെ കൂട്ട്, അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന്റെ കൂട്ട് ഇതൊക്കെ നമ്മൾ സമർപ്പിക്കാറുണ്ട്. പായസമൊക്കെ സമർപ്പിക്കാറുണ്ട്. അങ്ങനെ പലതും അഗ്നിയിൽ നമ്മൾ സമർപ്പിക്കാറുണ്ട്. അപ്പൊ എന്ത് അഗ്നിയിൽ സമർപ്പിക്കുകയാണെങ്കിലും അത് നമ്മൾ സ്വാഹ എന്ന് പറഞ്ഞു വേണം. ഇന്ദ്രായ സ്വാഹ, വരുണായ സ്വാഹ, വായവേ സ്വാഹ, യമായ സ്വാഹ, വരുണായ സ്വാഹ എന്ന് പറഞ്ഞിട്ട് സ്വാഹ 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 എന്ന് പറഞ്ഞിട്ടാണ് അതെല്ലാം അർപ്പിക്കുന്നത്. അപ്പോഴാണത്രേ ഇത് ദേവന്മാർക്ക് എത്തുള്ളൂ. സ്വാഹ കൂട്ടാതെ കണ്ട് അഗ്നിയിൽ അർപ്പിച്ചാൽ അത് ദേവന്മാർക്ക് എത്തില്ല എന്നാണ്. അതേമാതിരി ഈ പിണ്ടാദി കർമ്മങ്ങള്, തർപ്പണം, അതായത് എല്ലാ വാവു ദിവസവും ബ്രാഹ്മണർ തർപ്പണം നടത്താറുണ്ട്. ആ തർപ്പണത്തിന് പിണ്ടല്ല വെക്കുക, അവിടെ എള്ളും അക്ഷതയും, അക്ഷത എന്ന് പറഞ്ഞാൽ അരി, എള്ളും അരിയും കൂടി കൂട്ടിയിട്ടാണ് ജലത്തോട് കൂടിയിട്ട് പിതൃക്കൾക്ക് അർപ്പിക്കുന്നത്. എല്ലാം കറുത്ത വാവ് ദിവസം, അമാവാസി ദിവസം. അപ്പൊ അതിന് സ്വധ എന്നാണ് അവിടെ പറയുക. അപ്പൊ ഈ തർപ്പണാദികളൊക്കെ നടത്തുന്ന സമയത്ത് പിതൃൻ സ്വധാ തർപ്പയാമി, മാതൃൻ സ്വധാ തർപ്പയാമി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സ്വധ എന്നുള്ള നാമം ചേർത്തിട്ട് വേണം നമ്മൾ തർപ്പണങ്ങൾ ചെയ്യാൻ എന്ന് പറയാണ്. അങ്ങനെ പിതൃകർമ്മം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അത് അർപ്പിച്ചതൊന്നും പിതൃക്കൾക്ക് എത്തിച്ചേരില്ല എന്നർത്ഥം. അപ്പോ ദേവാദികളും വിപ്രാദികളും പിതൃഗണങ്ങളും സ്വധാദേവിയുടെ വരത്താൽ മനോരഥം പൂർണ്ണമായി സാധിച്ചവരായി തീർന്നു എന്ന് പറഞ്ഞു. ഇനി അങ്ങേക്ക് എന്താണ് കേൾക്കേണ്ടത്? അപ്പൊ സ്വധയെ പറ്റി കേൾക്കണം എന്ന് ചോദിച്ചപ്പോഴാണ് ഇത് പറഞ്ഞത്. ആ സ്വധാദേവിയുടെ മഹാത്മ്യം, സ്വധാദേവി ആരാണ്, എന്തിനാണ് സ്വധാദേവിയെ സൃഷ്ടിക്കപ്പെട്ടത്, ദേവിയുടെ അംശഭൂതമായിട്ടുള്ള സ്വധാദേവി പിതൃക്കളുടെ പത്നിയായി ഭവിച്ചു. ആ സ്വധാദേവിയുടെ പേരോട് കൂടിയിട്ട് സ്വധ എന്ന് പറഞ്ഞുകൊണ്ട് അർപ്പിക്കുന്നതായിട്ടുള്ള തർപ്പണവും പിണ്ടാദികളും അത് ഈ പിതൃക്കൾക്ക് പോയി എത്തിച്ചേരണു എന്നവിടെ പറയുകയാണ്. പിന്നീട് നാരദർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് നാളെ മുതൽ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്ന് സമയമായതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.